ഒരു ഒബ്സെട്രീഷ്യൻ്റെ ഒ പിയിൽ വളരെയധികം വേദനകളോട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ആണ് നിരന്തരമായ അബോർഷനുള്ള പേഷ്യൻസ്, അഥവാ ഇതിനെ നമ്മൾ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയും. പല കാരണങ്ങൾ കൊണ്ട് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് സംഭവിക്കാം. ഇപ്പോൾ നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം കാണുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. അണ്ടാശയത്തിൽ കുഞ്ഞു കുമിളകൾ വരുന്നതിനെയാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മിക്ക പേഷ്യൻസിനും പോളിസിസ്റ്റിക് ഓവറി അഥവാ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് നിരന്തരമായ അബോർഷനുകൾക്ക് കാരണമായേക്കാം. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്. പിന്നെയുള്ളത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ ചിലപ്പം ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കണ്ടീഷനുണ്ട്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ. അതിൽ ആൻറ്റി ഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം, അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് വരാം. ചിലപ്പോൾ യൂട്രസിനകത്ത് ചില ഭിത്തികളുണ്ട്, അതായത് സെപ്റ്റേറ്റ് യൂട്രസ് എന്ന് പറയും, യൂട്രസിന് വൈകല്യം ഉണ്ടാവുക. അപ്പോൾ ചിലർക്ക് ഈ സെപ്റ്റേറ്റ് യൂട്രസ് കാരണം റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് വരാം. പിന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള തൈറോയിഡ് ഡിസീസ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഇങ്ങനെയുള്ള ചില മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ചിലപ്പോൾ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് വരാം. പക്ഷേ ഏത് കണ്ടീഷൻ കൊണ്ട് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് സംഭവിച്ചാലും ആ കണ്ടീഷൻ ട്രീറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ദ കോസ്, അതായത് ഈ അബോർഷൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് തടയാൻ സാധിക്കും. മാത്രമല്ല, ആധുനിക സയൻസിൽ നമുക്ക് മരുന്നുകൾ ലഭ്യമാണ് റെക്കറൻറ്റ് അബോർഷൻസ് തടയാനുള്ള. ഓരോ പ്രഗ്നൻസിയും പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാനും അബോർഷൻ തടയാനുമുള്ള നൂതന ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. അപ്പം ആദ്യം അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്യുക, കാരണത്തെ ചികിത്സിക്കുക, പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് തടയാൻ സാധിക്കും.